നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ സാംസ്കാരികത എന്ന് പറയുന്നതാണ് ലോകം ഇന്ന് അംഗീകരിക്കുന്നത്. അതിന് ഏറ്റവും വലിയ തെളിവല്ലേ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സമൂഹത്തിലെ ചർച്ചകൾ. ആഴ്ചകളായി പത്രത്തിൽ മുഴങ്ങി നിൽക്കുന്ന വിഷയം എന്താണ്? സിനിമാ ലോകത്തെ വൃത്തികേടുകൾ, തമ്മാടിത്തങ്ങൾ. അവരതിനെ നല്ല പേരൊക്കെ ഇട്ട് സമൂഹത്തിൽ അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, അവര് തന്നെ ഇപ്പൊ പറയുന്ന വൃത്താന്തം എന്താ അതേക്കുറിച്ച്? 2 ദിവസം മുമ്പ് ഒരു അഭിമുഖം കണ്ടു. അറിയപ്പെടുന്ന ഒരു നടിയെ പത്രക്കാർ ഇന്റർവ്യൂ ചെയ്തതാണ് ഈ വിഷയത്തെക്കുറിച്ച്. അവരെന്താ പത്രക്കാരോട് പറഞ്ഞത്? ഇപ്പോഴും യൂട്യൂബിലുണ്ട്, നോക്ക് നിങ്ങൾ. ഉർവശിയുടെ ഒരു അഭിമുഖം. അവരിങ്ങനെ ഈ വിഷയം, സിനിമാ ലോകത്തെ ഈ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് എന്താ പറഞ്ഞത്? ഒരു പുരുഷന്റെ റൂമിലേക്ക് ഒരിക്കലും ഒരു സ്ത്രീ ഒറ്റക്ക് പോകാൻ പാടില്ല, കൂടെ ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരാൾ കൂടെ വേണം, അതിന് നിയമം കൊണ്ടുവരണം എന്നാ പറഞ്ഞത്. ഇവിടെ നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്, മഹ്റമിന്റെ കൂടെ പെണ്ണ് പോകാവൂ. ഇസ്ലാം നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അവർക്ക് എപ്പോഴേ അത് ബോധ്യമാവണുള്ളൂ. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു മലയാളത്തിലെ നടി പറയാൻ, ഒരു പുരുഷന്റെ റൂമിലേക്ക് അല്ലെങ്കിൽ ഒരു പുരുഷന്റെ കൂടെ ഒറ്റക്ക് പോകാൻ പാടില്ല, ഒരു പെണ്ണ് ഒറ്റക്ക് പോയി കൂടാ. പെണ്ണെങ്ങനെ പുറത്തിറങ്ങണമെന്നും പെണ്ണെങ്ങനെ ഇടപെടണമെന്നും ശരിക്കും പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. അത് പഴഞ്ചനാണെന്നും അത് തെറ്റാണെന്നും പെണ്ണുങ്ങളെ പുറകോട്ട് വലിക്കുകയാണെന്നും പറഞ്ഞ ആളുകൾ ഇപ്പൊ സിനിമാ രംഗത്ത് തെമ്മാടിത്തം കൊഴുത്തപ്പോ അവരെ വാക്ക് മാറ്റി പറയാൻ. അവർക്കിപ്പോ നിയമം വേണത്രേ. ഇസ്ലാം നിയമം നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഉണ്ടാക്കിയെന്താ? നിങ്ങൾ പുതിയ പുതിയ പേരിട്ടു. കാസ്റ്റിംഗ് കൗച്ച് എന്നാണ് അവർ പറഞ്ഞത്. കേട്ടാ നല്ല വാക്കാ, കാസ്റ്റിംഗ് കൗച്ച്. വാട്ട് ഈസ് കാസ്റ്റിംഗ് കൗച്ച്? കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറഞ്ഞാൽ ഒരു ജോലി കിട്ടാൻ വേണ്ടി ശരീരം കാഴ്ചവെക്കുക, ഒരു പെണ്ണിന് അവസരം കിട്ടാൻ വേണ്ടി ശരീരം കാഴ്ചവെക്കുക, അതിനാണ് കാസ്റ്റിംഗ് കൗച്ച്. വിദേശത്തൊക്കെ പഠിക്കുന്ന കുട്ടികളെ തമ്മാടിത്തം എന്താണെന്നറിയോ? ലിവിങ് ടുഗദർ, അല്ലെങ്കിലോ കോഹാബിറ്റേഷൻ. നല്ല പേരാ കോഹാബിറ്റേഷൻ എന്നൊക്കെ പറഞ്ഞാൽ വിവാഹം കഴിക്കാതെ ആണും പെണ്ണും ഒരുമിച്ച് ജീവിക്കുക. കാസ്റ്റിംഗ് കൗച്ച് പോലെ തന്നെ ഈ തോന്നിവാസങ്ങൾക്ക് ലോകത്ത് നല്ല പേരിട്ടിട്ട് കാര്യമൊന്നുമില്ല. അവിടെയൊക്കെയാണ് ഇസ്ലാമിന്റെ പ്രസക്തി, അവിടെയാണ് ദീനിന്റെ പ്രസക്തി. അപ്പൊ നമ്മളിവിടെ ഈ ഒരു ഇസ്ലാമികമായ സാംസ്കാരികതയിലൂടെ പടുത്തുയർത്തിയ ഒരു ദീനീ ബോധവും ഇസ്ലാമിക കൾച്ചറും, ആ കൾച്ചറാണ് ശരിക്കും നമുക്ക് ഇന്ന് ആവശ്യം. ആ കൾച്ചറാണ് ഇന്ന് സമൂഹത്തിന് ഏറ്റവും വേണ്ടത്. ഇന്ന് ലോകം അത് വിളിച്ചു പറയാൻ തുടങ്ങി. ലോകത്ത് അശാന്തി വരുമ്പോ ശാന്തി ഉണ്ടാക്കാൻ ഇസ്ലാമിനെ കഴിയും. ആ ഇസ്ലാമിനെയാണ് നമ്മൾ ശരിക്കും കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. നമ്മളിപ്പോൾ വരാൻ പോകുന്ന പരിശുദ്ധ റബീഉൽ അവ്വലൊക്കെ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് പരിശുദ്ധ പ്രവാചകരുടെ ജീവിത വിശുദ്ധിയെക്കുറിച്ചാണ്. ആ ഒരു ക്രെഡിബിളായ സ്വഭാവം സമൂഹത്തിൽ കാണിച്ചു കൊടുക്കുക. അത് ഈ ക്രെഡിബിലിറ്റിയാണ് ശരിക്കും ദർസുകൾ ഇവിടെ ഉണ്ടാക്കിയത്. നമ്മുടെ പണ്ഡിതന്മാർക്ക് ഒരു ക്രെഡിബിലിറ്റി ഉണ്ട്. ആലിമീങ്ങളെ കണ്ടാൽ ആളുകൾ ബഹുമാനിക്കും. നിങ്ങളെ ഈ താടിയും തലപ്പാവും വേഷവും ഒരു ബഹുമാനമുള്ള വേഷമാണ്. ആരെന്തൊക്കെ പറഞ്ഞാലും ഒരു മഹലിൽ ജോലി ചെയ്യുന്ന മുദരിസിന് ജനങ്ങളെ മനസ്സിൽ വലിയൊരു സ്ഥാനമുണ്ട്. ആ ബഹുമാനം, ഈ ബഹുമാനം, ഈ ആദരവ്, അത് വളരെ പ്രധാനമാണ്. അത് സ്വഹാബത്ത് പഠിപ്പിച്ചു വന്നു, പൂർവികർ പഠിപ്പിച്ചു വന്നു. അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകനെ കുറിച്ച് കൂടെയുള്ളവർ ചോദിച്ചല്ലോ, നിങ്ങളാണോ നബിതങ്ങളാണോ വലിയത് എന്ന് ചോദിച്ചാൽ പ്രായ കൂടുതൽ ആർക്കാണെന്ന ചോദ്യം. അന്ത അക്ബറു അം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളാണോ വലുത് അതോ മുഹമ്മദ് നബിയാണോ വലുത് എന്ന ചോദ്യം. എന്താണ് അതിനർത്ഥം? പ്രായത്തിൽ ആരാണ് മുതിർന്നതെന്നാണ് ചോദിക്കുന്നത്. പ്രായം കൊണ്ട് മുതിർന്നത് അബ്ബാസ് റളിയല്ലാഹു തആല ആണ് എന്ന് എല്ലാവർക്കും അറിയാം. പ്രായം കൊണ്ട് മുതിർന്നത് അബ്ബാസ് തങ്ങൾ തന്നെയാണ്. പക്ഷെ അബ്ബാസ് തങ്ങൾ അതിന് പറഞ്ഞ മറുപടി എന്താ? മഹാനായ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ മറുപടി എന്താ? ഹുവ അക്ബറു മിന്നി, മുത്തുനബി തങ്ങളാണ് എന്നെക്കാൾ വലുത്. പക്ഷേ വ അന ഉലിതു ഖബ്ലഹു, ഞാൻ അദ്ദേഹം ജനിക്കുന്നതിന് മുമ്പ് ജനിച്ചിട്ടുണ്ട്. നബി തങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് ഞാൻ ജനിച്ചിട്ടുണ്ട്, പക്ഷെ എന്നെക്കാൾ വലുത് അദ്ദേഹമാണ്. അത് അദബിന്റെ വാക്ക. ചോദിച്ചാൽ എന്താ? നിങ്ങളാണോ വലുത്, മുത്തുനബിയാണോ വലുത് എന്നാണ്. നിങ്ങളാണോ വലുത്, മുത്തുനബിയാണോ വലുത്? അബ്ബാസ് തങ്ങൾ മറുപടി എന്താ? ഹുവ അക്ബറു മിന്നി, നബി തങ്ങളാണ് എന്നെക്കാൾ വലുത്. ആരാ പ്രായത്തിന് മൂത്തതെന്ന ചോദ്യം. ശബ്ദത്തിന്റെ മറുപടി കണ്ട അദബിന്റെ മറുപടി ഹുവ അക്ബറു മിന്നി വലാകിൻ അന ഉലിതു ഖബ്ലഹു, എന്നെക്കാൾ വലുത് നബി തങ്ങൾ തന്നെയാണ്, പക്ഷെ ഞാൻ നബി തങ്ങൾ മുമ്പ് ജനിച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുത്ത ഒരു വാക്കാണ്. അതാണ് അദബിന്റെ വാക്ക്. ഒരു മുതഅല്ലിമിന് ഈ സംസ്കാരമാണ് പഠന വിധേയം. ഇതാണ് ഒരു മുതഅല്ലിമിന്റെ ഡ്യൂട്ടി. കല്ലും നെല്ലും തിരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നവനാണ് ശരിയായ മുതഅല്ലിം. അതാണ് പണ്ഡിതന്മാർ നമ്മളോട് പറഞ്ഞത്. റസാനത്തിലൊക്കെ പറഞ്ഞില്ലേ, നീ ഉസ്താദിന്റെ അടുത്ത് പഠിക്കുന്ന സമയത്ത്
നിനക്ക് ആവശ്യമുള്ള കാര്യം നിർദ്ധാരണം ചെയ്തെടുക്കണം. നീ ഒരിക്കലും അരിപ്പ പോലെയോ തത്ത പോലെയോ ആകരുത് എന്നാണ്. തത്തയെ പോലെ കേട്ടതിങ്ങനെ വിളിച്ചു പറയുന്നവനാവരുത്. എന്താ കേട്ടത് അതുപോലെ ഛർദ്ദിക്കുന്ന സ്പൂണി ഫീഡിങ് വിദ്യാഭ്യാസമല്ല, സ്പൂൺ ഫീഡിങ് അല്ല. ചിന്തിച്ച് മനസ്സിലാക്കിയിട്ട് അതുപോലെ തന്നെ അരിപ്പ പോലെയും ആകരുത്. അരിപ്പയിൽ എന്തെങ്കിലും ഇട്ടാൽ നല്ലതൊക്കെ താഴെ പോവും, തങ്ങൂല. മനസ്സിൽ തങ്ങി നല്ലത് നിൽക്കണം. അതിന് നിങ്ങൾ എന്താ കാരണം? നിങ്ങൾ അരയന്നത്തെ പോലെ ആകണം, തത്ത പോലെ ആകരുത്. നിങ്ങളൊരു കാരണവശാലും അരിപ്പ പോലെയും ആകരുത്. അരയന്നത്തിനൊരു കഴിവുണ്ട്, പാലും വെള്ളവും കലർത്തിയാൽ അതിൽ നിന്ന് പാലിനെ അതിന് വലിച്ചെടുക്കാനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ടെന്നാ പറയുന്നത്. അതിന്റെ ആ കൊക്കിന്റെ ചുണ്ടിന്റെ നാവിന്റെ ലുത്തവ് കൊണ്ട് ശരിക്കതിന് ആഗിരണം ചെയ്യാൻ കഴിയും. വെള്ളത്തിൽ നിന്ന് പാലിനെ, കല്ലും നെല്ലും വേർതിരിക്കാൻ കഴിയുന്നവനാകണം മുതഅല്ലിം. അതാണ് ദർസിന്റെ ഏറ്റവും വലിയ സവിശേഷത. ബഹുമാനപ്പെട്ട പരീദ് ഉസ്താദിന്റെ ദർസിൽ പഠിച്ച കുട്ടികളിൽ പലരും പ്രഗത്ഭരായ പണ്ഡിതന്മാരുണ്ട്, പ്രഗത്ഭരായ പ്രഭാഷകരുണ്ട്, പ്രതിഭാസമ്പന്നരായ മഹല്ലിനെ ഭരിക്കുന്ന കഴിവുള്ള ആളുകളുണ്ട്. അതതിൻ്റെ ഒരു ബറക്കത്താണ്. അത്തരം ബറക്കത്തുള്ള പ്രവർത്തനങ്ങൾക്കാണ് നമ്മുടെ സമൂഹത്തിൽ സ്ഥാനമുള്ളത്. ഇന്ന് ലോകം ഈ സമാധാനത്തെ കൊതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമാധാനത്തിലേക്ക് ജനങ്ങളെ ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ തന്നെ പള്ളിയിൽ ദർസ് നടത്തുമ്പോൾ പള്ളിക്കൊരു ബർക്കത്തുണ്ടല്ലോ. മഹാന്മാർ പറഞ്ഞല്ലോ, പള്ളികൾ എന്ന് പറയുമ്പോൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. ആ ഇഷ്ടപ്പെട്ട സ്ഥലത്ത് പോയിട്ട് നമ്മൾ ദർസ് നടത്തുമ്പോൾ അവിടുന്ന് ഇൽമ പഠിക്കുമ്പോൾ അതിനൊരു പ്രത്യേകത വേറെയുണ്ട്. പള്ളിയുടെ അന്തരീക്ഷം അങ്ങനെ ആ പള്ളിയുടെ ഒരു അന്തരീക്ഷം ഉണ്ടല്ലോ, പള്ളിയുടെ ഒരു പ്രകൃതി, അതിന്റെ അറ്റ്മോസ്ഫിയർ ഏറ്റവും അനുയോജ്യവും ഏറ്റവും നല്ലതുമാണ്. എന്തിന്? നേടാൻ, അറിവ് നേടാൻ ഏറ്റവും നല്ല അന്തരീക്ഷമുള്ളത് പള്ളിക്കുള്ളിൽ തന്നെയാണ്. അറിവ് നേടാൻ ഏറ്റവും നല്ല പ്രദേശം പള്ളിയും തന്നെയാണ്. കാരണം അവിടെ നമുക്ക് എഴുത്തിക്കാഫിരിക്കാം, സുന്നത്തെടുക്കാം. യനാലൂനൽ ഉലൂമ മഅ ഇഅ്തികാഫിൻ, യനാലൂനൽ ഉലൂമ മഅ ഇഅ്തികാഫിൻ വസലവാത്തിൽ ളുഹ വിത്രിൽ ലയാലി. എല്ലാ സുന്നത്തൊക്കെ എടുത്തിട്ട് മര്യാദക്ക് പള്ളിയിൽ താമസിച്ചിട്ട് ഭൗതികതയുടെ സ്പർശനമേൽക്കാതെ ആത്മീയതയുടെ ഭദ്രതയിൽ ഒരു പൊടിപടലവും ഭൗതികതയുടേതില്ലാതെ പള്ളിയിൽ ഇരുന്നു കൊണ്ട് ആത്മാർത്ഥമായി അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടി പഠിക്കുന്ന ഉഖ്റവിയായ ആലിമീങ്ങൾ ഇന്നലകളിൽ കേരളീയ മുസ്ലിം ഉമ്മത്തെ നയിക്കുകയും കെട്ടിപ്പടുക്കുകയും ചെയ്തതിന്റെ ഗുണഫലമാണ് ഞാനും നിങ്ങളും ഇന്ന് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത്. അത് വളരെ പ്രധാനമാണ്. ആ പ്രാധാന്യത പള്ളി ദർസിന് മാത്രമേ ഉണ്ടാവൂ. ആ പള്ളി ദർസിൽ നിന്ന് ഉയർന്നു പോകാനാണ് പണ്ട് അറബി കോളേജുകൾ ഉണ്ടാക്കിയത്. പള്ളി ദർസിന്റെ ഒരു റുസൂഖ് അത് വളരെ പ്രധാനമാണ് ഇൽമിന്റെ കാര്യത്തിൽ. ആ അറിവ് നേടിയ ഒരു തലമുറയെ വാർത്തെടുക്കലാണ് ഇന്ന് നമ്മുടെ കടമ. ഞാൻ ഇത്രയൊക്കെ പറയാൻ കാരണം, ഇന്ന് പല സ്ഥലത്തും പള്ളി ദർസിന്റെ പ്രത്യേകതകൾ കുറഞ്ഞു പോവുകയാണ്. പള്ളി ദർസുകൾ സ്ഥാപിക്കാനും നടത്തുവാനും പണ്ട് കാലത്ത് ഒരുപാട് വഖഫ് സ്വത്തുക്കൾ നമ്മുടെ ആളുകൾ നൽകിയിരുന്നു. അങ്ങനെ കുറെ ആളുകൾ പഴയ കാലത്ത് ശ്രമിച്ചതിന്റെ ഫലമാണ് കേരളം ഇന്ത്യയിൽ തന്നെ വേറിട്ട് നിൽക്കുന്നത്. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനത്തൊന്നുമില്ലാത്ത ഒരു നവോത്ഥാന ചൈതന്യം കേരളീയ മുസ്ലിങ്ങൾ കിട്ടിയത് ഈ ആലിമീങ്ങളുടെ പ്രഭാവം കൊണ്ടാണ്. അറിവുള്ളവർ ഈ സമൂഹത്തെ നയിച്ചത് കൊണ്ടാണ് സംഘടിക്കാൻ നമുക്ക് തോന്നിയത്. നമ്മുടെ സംഘബലവും നമ്മുടെ മതബോധവും ഈ ഉമ്മത്തിന്റെ കെട്ടുറപ്പിൽ നിർണായകമായ പങ്കുവഹിച്ചിട്ടുണ്ട്. വരുന്ന തലമുറക്ക് ആ ബോധം പകർന്നു കൊടുക്കേണ്ടതിന്റെ മുമ്പിലിരിക്കുന്ന പുതിയ മുതഅല്ലിമീങ്ങളാണ്.